ഹായ്. വീണ്ടും ഒരു ഗർഭിണിക്ക് നേരിട്ട ദുര്യോഗം വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ തികച്ചും അത് ദൗർഭാഗ്യകരമെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കോഴിക്കോട് സ്വദേശികളായ റിജിൻലാലും ഭാര്യ സോന ഗർഭിണിയാണ്. പതിവ് ചെക്കപ്പിനായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് സോന ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോയി കാണും. റിജിൻലാൽ ഡ്രൈവിംഗ് സീറ്റിലാണല്ലോ. യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് കാറിലൊരു വാൻ പൊട്ടിത്തെറിയുടെ ശബ്ദം. റിജിൻലാലിന് ഇച്ചിരി അങ്ങോട്ട് പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട്. സോന മധ്യഭാഗത്താണല്ലോ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. സോന മൊത്തം പൊള്ളലേറ്റ് സോന കാറിനകത്ത് തന്നെ മരണപ്പെട്ടു. പൊള്ളലേറ്റ ഉടൻ തന്നെ ഈ വണ്ടിയുടെ ഈ ശബ്ദമെല്ലാം കൂടെ റിജിൻലാൽ പെട്ടെന്ന് പുറത്തേക്ക് ചാടി. തോട്ടിലോ ആറ്റിലോ വെള്ളത്തിലോ എങ്ങാണ്ട് അയാളുടെ ആ പൊള്ളലിൻ്റെ ആഘാതം ഒന്ന് കുറയ്ക്കാനായിട്ട് മുങ്ങിപ്പൊങ്ങിക്കാണും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാറിനകത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് ആൾക്കാർ ഓടിക്കൂടിയപ്പോഴത്തേക്കും റിജിൻലാൽ പറഞ്ഞാണ് കാറിൻ്റെ അകത്ത് ഇങ്ങനെ സോന കിടപ്പുണ്ടെന്ന് നാട്ടുകാരറിയുന്നു. പിന്നെ എങ്ങനെയെങ്കിലും സോനയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ആൾക്കാരുടെ വെപ്രാളം. ആൾക്കാർ എങ്ങനെയൊക്കെയോ നോക്കിയപ്പോൾ സോന അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈ കാറിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒരു കേടുപാടും ഇല്ലാതിരിക്കുന്നു. മധ്യഭാഗത്താണ് കേടുപാടുകൾ കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരിങ്ങനെ ചിന്തിക്കൂലേ, ചേട്ടാ ഒരു കാറ് എന്തെങ്കിലും കാരണങ്ങളാൽ ഒന്ന് പൊട്ടിത്തെറിക്കേണ്ടി വന്നാൽ കാറ് ഫുള്ളായിട്ടല്ലേ, ഇതെങ്ങനെയാണ് മുൻഭാഗവും പിൻഭാഗവും സുരക്ഷിതമായിട്ടിരിക്കുന്നു, മധ്യഭാഗം പൂർണ്ണമായിട്ട് നശിച്ചു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഇതൊക്കെ ആൾക്കാർ അന്വേഷിച്ച് ചകഞ്ഞ് വന്നപ്പോൾ സോനയും റിജിൻലാലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്. ഈ ബന്ധം സോനയുടെ വീട്ടുകാർ ഒട്ടും അംഗീകരിക്കുന്നില്ല. സോനയ്ക്ക് ഇയാളെ സ്വന്തമാക്കുകയും വേണം. അപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ പെൺകുട്ടികൾ. അവർക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവ ദൂഷ്യം നേരത്തെ അറിഞ്ഞിരുന്നാലും അവർക്ക് അവർ സ്നേഹിച്ച ആൾക്ക് കൊമ്പ് മൂന്നാണെന്നുള്ള മട്ടിൽ അവർക്ക് ആ ആളെ സ്വന്തമാക്കിയല്ലാതെ അവർ നിലത്ത് നിൽക്കത്തില്ല. അപ്പോൾ വീട്ടുകാരുടെ ശാസന, സുഹൃത്തുക്കളുടെ ഉപദേശം, നാട്ടുകാർ, ബന്ധുക്കൾ ആരൊക്കെ ഉപദേശിച്ചാലും ഇതൊന്നും അവരുടെ മനസ്സിലോട്ട് അങ്ങോട്ട് കയറത്തില്ല. അവർക്ക് അവർ സ്നേഹിച്ച ആളെ സ്വന്തമാക്കണം. അപ്പോൾ അതുപോലെ തന്നെ സോനയും ഇയാളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പഠിത്തവും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഈ സ്നേഹബന്ധവും പുലർത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് ഈ റിജിൻലാലിന് വീട്ടുകാർ വേറൊരു വിവാഹം ആലോചിക്കുന്നതായിട്ട് സോന അറിയാൻ ഇടയായി. സോനയ്ക്ക് പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല. ആരോട് പറഞ്ഞാലും എല്ലാവരും എതിർക്കും. സോന കണ്ടെത്തിയ വഴി നേരെ ചെന്ന് ട്രെയിനിൻ്റെ മുന്നിൽ ചാടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. പക്ഷേ അവിടെ റെയിൽവേ പോലീസ് സോനയെ കണ്ടു, അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ റിജിൻലാലിനെ വരുത്തി പോലീസ് സോനയോട് പറഞ്ഞ് ഇത് കേസാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സോന കേസും കൊടുത്തു. ഈ കേസ് നിൽക്കവേ തന്നെയാണ് വീട്ടുകാരറിയാതെ ഇവർ ചെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. അപ്പോൾ സോന അയാളുടെ കൂടെ ജീവിച്ച് വരവേ വീട്ടുകാരുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല. ഇതിനിടയിൽ സോന ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ വീട്ടിലെ പെൺകുട്ടി മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ വീട്ടുകാർ ഒരുപാട് വീരവാദങ്ങളൊക്കെ മുഴക്കും. അതായത് ഇനി ഞങ്ങളവളെ പടിയടച്ചു പിണ്ടം വെച്ചു, ഇനി ഞങ്ങൾക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല,
അവൾ ജീവിക്കാൻ പോയെങ്കിൽ അവൾ ജീവിച്ചോട്ടെ. ഇങ്ങനെയൊക്കെ വീട്ടുകാർ പറയും. അത് വീട്ടുകാരുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് വാക്കുകളായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നത്. അപൂർവം ചില മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ വീട്ടിൽ അടുപ്പിക്കാത്തവരുണ്ട്. പിന്നെ ഒരു ബന്ധവും പുലർത്താതെ കഴിയുന്നവരും ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് അവർക്ക് സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, ഈ മകൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരു വെപ്രാളമാണ്. അയ്യോ, എൻ്റെ കുഞ്ഞിന് നല്ല ഭക്ഷണം കൊടുക്കണം, അവൾക്ക് ആരിയ്ക്കുന്നു കൊടുക്കാം, ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ സുരക്ഷിതയാണോ, നല്ല ഭക്ഷണം കിട്ടുമോ, ഈ ചിന്ത മാതാപിതാക്കൾ അലട്ടുമ്പം അവർക്ക് എന്ത് ചെയ്യും, മകളെ ഒന്ന് കാണാൻ തോന്നും. ആര് വഴിയെങ്കിലും മോളോട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ മോളുമായിട്ട് അടുപ്പമായി കഴിയുമ്പോൾ പിന്നെ മോള് വീട്ടിലൊക്കെ വന്ന് അത് പിന്നെ ഒരു നല്ല ദൃഢബന്ധമായിട്ട് മുമ്പോട്ട് പോകും. ഇവിടെ റിജിൻ ലാൽ കല്യാണം കഴിച്ചപ്പോൾ തന്നെ സോനയോട് പറഞ്ഞു, നിൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന്. പക്ഷേ സോന ഗർഭിണിയായപ്പോൾ വീട്ടുകാരുമായിട്ട് അടുപ്പം വന്നു. അങ്ങനെ പിന്നെ പോക്ക് വരവൊക്കെ ചെയ്ത് അങ്ങനെ കഴിയുമ്പോഴാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് റിജിൻ ലാലിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് സോന എങ്ങനെയോ അറിഞ്ഞു. അപ്പോൾ സോന ഗർഭിണിയാണെങ്കിലും ഈ ഭർത്താവ് ചിലർ തമാശയ്ക്ക് പറഞ്ഞ് കേൾക്കുന്നു, തമാശയ്ക്കും കാര്യമായിട്ടൊക്കെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ നോക്കുന്നത് കണ്ടാൽ പോലും നല്ലതാവട്ടെ ചീത്തയാവട്ടെ സഹിക്കാൻ പറ്റത്തില്ലെന്ന് പല പെൺകുട്ടികളും എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ നോക്കുന്നതിനിപ്പോൾ എന്ത്, അത് നോക്കിക്കോട്ടെ, വെറുതെ കണ്ണിരിക്കുന്നത് നോക്കാനല്ലേ എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞ് 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലും സഹിക്കാൻ പറ്റാത്ത പെൺകുട്ടികളാണ്. അതിനിടയ്ക്ക് ഭർത്താവ് മറ്റൊരു സ്ത്രീയെ ആയിട്ട് രഹസ്യബന്ധം വെച്ച് പുലർത്തുന്നും കൂടെ അറിയുമ്പോൾ അവരെ മനസ്സിൽ തോന്നും, ഞാൻ എത്രയോ സ്നേഹിച്ച് എത്രയോ ഇഷ്ടപ്പെട്ട് വീട്ടുകാരുടെ സപ്പോർട്ട് ഒന്നുമില്ലാതെ എല്ലാ എതിർപ്പും അവഗണിച്ചുകൊണ്ട് ഞാൻ സ്വന്തമാക്കിയ പുരുഷൻ അപ്പം എന്നെക്കാളും മറ്റൊരു സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നല്ലോ എന്നവരുടെ മനസ്സിൽ തോന്നുമ്പം ആ ഒരു നിമിഷം അവരുടെ മനസ്സ് ഏതൊക്കെ വിധത്തിൽ പായുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സോന ഇത് അറിഞ്ഞ് അവിടെ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി കാണണം, സ്വാഭാവികമല്ലേ, ഹസ്ബൻഡും വൈഫും അല്ലേ. അതൊക്കെ ഇങ്ങനെ നടന്നു വരവേ ഈ ചെക്കപ്പിന് പോയിട്ട് പിന്നെ സോന ഇടയ്ക്ക് ഒരു ദിവസം അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഈ റിജിൻ ലാൽ കൊണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടാക്കിയിട്ട് രാത്രിയാണ് തിരികെ വിളിച്ചുകൊണ്ട് പോയത്. ഇതിനിടയ്ക്ക് ആ ബന്ധുവിൻ്റെ ഒപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയി സോന സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം അത്രയും അവിടെ ഇരിക്കുന്ന അത്രയും സമയം സോന ഹാപ്പിയാണ്, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മനസ്സിങ്ങനെ തീ തിന്ന് കഴിയല്ലേ, ഹസ്ബൻഡ് മറ്റൊരാളുമായിട്ട് രഹസ്യബന്ധം വെച്ച് പുലർത്തുന്നു, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഗർഭിണിയും കൂടെ ആയിരിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ. അപ്പോൾ ബന്ധുവിനോട് പറഞ്ഞിരുന്നു, ഹസ്ബൻഡിന് ഇതുപോലെ വേറൊരു ബന്ധമുണ്ട്, എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും ഈ യാത്രയിൽ അവിടെ എന്താണ് ഉണ്ടായെന്ന് ഒരു പിടിയില്ല ആർക്കും. പക്ഷേ വീട്ടുകാർ പറയുന്നു ഇതൊരു ആസൂത്രിതമായ കൊലപാതകം ആയിരിക്കണം. കാറിനകത്ത് സോന ഇരിക്കുന്ന ഭാഗത്ത് എന്തോ ഉഗ്ര സ്ഫോടനം നടക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല. കാരണം വീട്ടുകാർ പറയും, ഈ ഇഷ്ടപ്പെട്ട് മറ്റൊരു പുരുഷനെ പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ലാതെ വീട്ടുകാരുടെ യാതൊരു സമ്മതവും ഇല്ലാതെ പോവുകയാണെങ്കിൽ അവരന്ന് മുതൽ ഈ പുരുഷനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം കൊള്ളത്തില്ല, നേരത്തെ അറിഞ്ഞല്ലോ, അപ്പോൾ ഇനി മോളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഒന്ന് നിരീക്ഷിക്കാം. അന്ന് മുതലേ അവർ നിരീക്ഷിക്കും. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളൊക്കെ ആകുമ്പോൾ ഈ വീട്ടുകാർ പറയും, അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇത് വേണ്ടായിരുന്നു, പക്ഷെ നിനക്ക് ഇത് തന്നെ വേണമെന്ന് നീ വാശി പിടിച്ച് ഇനി അനുഭവിച്ചോ എന്ന് വീട്ടുകാരും പറയും. സോനയ്ക്കും അതുപോലെ സോന വീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഏതൊരു പെൺകുട്ടികളോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പം നിങ്ങൾ ഒളിച്ചു വെക്കരുത്.
നിങ്ങൾ വീട്ടുകാരെ അറിയിക്കണം. വീട്ടുകാരെന്തായാലും അത്ര മനസാക്ഷി ഇല്ലാത്തവരല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പോയി കളഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും വീട്ടുകാരിരിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സേഫാണോ, നിങ്ങളെങ്ങനെ അവിടെ ജീവിക്കുന്നു, ഇതൊക്കെ അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ അവർ വെറുതെ ഇരിക്കുമൊന്നുമല്ല. പല പെൺകുട്ടികളും അങ്ങനെ ഒളിച്ചോടി പോവുക അല്ലെങ്കിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവർ ഹസ്ബൻഡിൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നേരിടുമ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ആരോടും പറയാതെ ഇവർ ഒളിച്ചു വയ്ക്കുക, ഇവർ സ്വന്തമായിട്ട് സഹിക്കുക. ഇവരൊരുപാട് സഹിക്കും. ഇവർ സഹിക്കുന്നതെന്ന് വെച്ചാൽ അയ്യോ ഇത് നാട്ടുകാരറിഞ്ഞാൽ, സമൂഹം അറിഞ്ഞാൽ, സ്വന്തക്കാരറിഞ്ഞാൽ, വീട്ടുകാരറിഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, അപ്പോൾ എനിക്കിങ്ങനെ പറ്റുകൊണ്ട് അവരൊക്കെ എന്ത് വിചാരിക്കും, അവരൊക്കെ സന്തോഷിക്കും, അതുകൊണ്ട് ഞാൻ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ആരോടും ഒന്നും പറയാതെ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞ പെൺകുട്ടികളുണ്ട്. സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങൾക്കങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒളിച്ചൊന്നും വെക്കണ്ട. നിങ്ങൾ ആര് വഴിയെങ്കിലും നിങ്ങളത് പിന്നെ വീട്ടുകാരെ അറിയിക്കണം. വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാരുടെ ഒരു അന്വേഷണ രീതിയും കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ അന്വേഷിച്ച് അവർ മകളോടൊപ്പം നിൽക്കും. പല പെൺകുട്ടികളും വീട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ഒളിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മളാരെങ്കിലും അനാവശ്യമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോടെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞിരിക്കണം. അയ്യോ എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരിൽ നിന്നാണല്ലോ എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടത്, ഞാൻ ആരോടും പറയണ്ട. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പം ആരും അറിയാതിരിക്കുമ്പോൾ എന്താണ് ഏതാണ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ട് നടക്കും. അതിനനുവദിക്കരുത്. നിങ്ങൾ ആരെങ്കിലും അനാവശ്യമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളോടെങ്കിലും നിങ്ങൾ അത് പറഞ്ഞിരിക്കണം. ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം സത്യാവസ്ഥ. പല പെൺകുട്ടികളും പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ച് അവർ ത്യാഗസമ്പൂർണമായ ജീവിതം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഫോൾട്ടൊക്കെ വരും. അവർക്ക് പിന്നെ കള്ളിയില്ലാതെ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. സോന ഇങ്ങനെ പോയെങ്കിലും ഇയാളുടെ ഈ വഴിവിട്ട ജീവിത രീതിയും ബന്ധങ്ങളും സോനെ ഒരുപാട് അലട്ടി കാണണം. സോന എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിച്ചിരിക്കണം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും സോനയുടെ വീട്ടുകാർ സോനയെക്കാളും ഒരുപാട് തീ തിന്നായിരിക്കും കഴിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം മോൾ എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞു. എന്നിട്ട് മോളുടെ ഭർത്താവ് ഈ രീതിയിലൊക്കെ നടക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു വല്ലാത്ത ഒരു ആകുലതയാണ് മോളുടെ ജീവിതത്തെ പറ്റി. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൾ പോയി കഴിഞ്ഞു. പിന്നെ ഇനി അവൾക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുത്ത് അവളെങ്ങനെയെങ്കിലും ജീവിക്കട്ടെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ അതിനോടൊപ്പം അവരുടെ ഉള്ളിൽ ആകുലതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും പിന്നെ ഇതിപ്പോൾ റിജിൻ ലാൽ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ഈ കാർ ഇങ്ങനെ ആയതാണോ, അല്ലെങ്കിൽ പോലും അയാളുടെ വഴിവിട്ട ജീവിതം സോന വീട്ടിലോ ബന്ധുക്കളടുത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധുക്കൾ അയാളെ തന്നെ സംശയിക്കുള്ളൂ. കാരണം അയാൾ ചെയ്തോ ഇല്ലയോ അത് ഇനി പോലീസ് തെളിയിക്കട്ടെ. പക്ഷേ അയാളെ തന്നെ സംശയിക്കും. കാരണം ഭാര്യയും വെച്ചുകൊണ്ട് മറ്റൊരു ബന്ധം രഹസ്യമായിട്ട് വെച്ച് പുലർത്തുമ്പോൾ തീർച്ചയായിട്ടും അറിയുന്ന ആൾക്കാർ അയാളെ തന്നെ പറയും. ഞാൻ എപ്പോഴും ആരെങ്കിലും ഇല്ലായ്മ ചെയ്തിട്ട് പിന്നെ സുഖകരമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നാൽ ഒന്നും പറ്റില്ല. ഒരാളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ പോയി അഴിയെണ്ണി ജീവിക്കുക തന്നെ വേണം. അപ്പോൾ ഈ നാട്ടിലും നല്ലപോലെ ജീവിക്കാൻ ഒക്കത്തില്ല, ലോക്കപ്പിലാകുകയും ചെയ്യും. അപ്പം ഏത് വഴിക്കൂടെങ്കിലും പിന്നെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് ഗതി. പിന്നെ ഇപ്പോൾ ഈ സോന വീട്ടുകാരുടെ സംരക്ഷണയിൽ കുറച്ചൊക്കെ കഴിഞ്ഞ് വരികയാണ്. റിജിൻ ലാൽ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്നാലും സോനയ്ക്ക് വീട്ടുകാരോട് അടുപ്പം കൂടിയപ്പം ഒരാശ്വാസമൊക്കെ വന്നു കാണും. നമ്മൾ നേരത്തെ നമ്മുടെ ഫേബയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗർഭിണിയല്ലേ, ചെക്കപ്പിനൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉള്ളിൽ ഉണ്ടായിരിക്കും. കുഞ്ഞിൻ്റെ മുഖം കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചും കൊതിച്ചും. ഞാൻ എപ്പോഴും അതിങ്ങനെ കേട്ടപ്പോൾ ഓർത്ത് വയറിലൊക്കെ കൈവച്ച് കുഞ്ഞിൻ്റെ ചലനമൊക്കെ എത്ര പ്രാവശ്യമാണ് പെൺകുട്ടി ഇങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് കാണും. ഒന്നും പറ്റാതെ അതും പോയി ഈ ലോകത്തിൽ നിന്ന്. പെൺകുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും
നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുക, പോട്ടെ നാട്ടുകാരെ അറിയിക്കണ്ട. നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുമ്പം വീട്ടുകാർ എന്താണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, അപ്പം നിങ്ങൾക്കതൊരു ആശ്വാസമാവില്ലേ? നിങ്ങൾ ഈ എന്തിനാണ് ഒളിച്ചു വയ്ക്കുന്നത്? ഒളിച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ നരകയാതന എന്തിനനുഭവിക്കണം? നിങ്ങളുടെ ജീവിതം സേഫായിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ ഈ ത്യാഗ മനോഭാവം ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കേസ് പോലീസ് തെളിയിക്കും. ഫോറൻസിക് എല്ലാം തെളിവെല്ലാം ശേഖരിച്ച് പോയിട്ടുണ്ട്. കാറിൻ്റെ മറ്റ് അക്സസറീസിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സോന ഇരുന്ന ഭാഗമാണ് കൂടുതലും കേടുപാട് വന്നിട്ടുള്ളതും കത്തിക്കരിഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഇത് റിജിൻ അറിഞ്ഞ് ചെയ്തതാണോ മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചതാണോ, എന്തായാലും കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ, തെളിയണം താമസിക്കാതെ. ഇതാരാണ് എന്താണ് ഈ കാരണം? ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്തതായിരിക്കുമോ എന്താണോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ആ ഗർഭിണി ആ കുഞ്ഞോടുകൂടി ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞു. വീട്ടുകാർക്ക് നഷ്ടം, അല്ലാതെ നാട്ടുകാർ കുറച്ചൊക്കെ സഹതാപം തോറും ബന്ധുക്കളൊക്കെ വന്നു പോയാലും വീട്ടുകാർ ആ അമ്മ അച്ഛൻ ഇനിയും അവരുടെ മരണം വരെ അവർ തീർന്ന് കഴിയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസും തേഞ്ഞു മാഞ്ഞു പോകാതെ ആരാണോ കുറ്റം ചെയ്തത് അവരെ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് കഴിയട്ടെ. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവന്മാരെ വിലങ്ങിട്ട് കൊണ്ടുവരണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിൽ ഈ നല്ല ലോകത്തിൻ്റെ നല്ല വെളിച്ചം കാണാതെ ഇവന്മാർ ഇരുളടഞ്ഞ ഇരുമ്പഴിക്കുള്ളിലാകണം. ഏതൊരുത്തനായാലും ആരായാലും ശരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തോ നമുക്കറിയില്ല. കേസ് അതിൻ്റെ വഴിക്ക് തെളിയട്ടെ എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗർഭിണിയുടെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞ് അത് പോയി. ഈ കേസിൻ്റെ നാൾ വഴികളാണ്, തെളിയട്ടെ. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഇതിലെന്താണ് സംഭവിച്ചത്, സത്യം എന്താണെന്നറിയാം.